സോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച കുട്ടികളാണ്. ഇപ്പോൾ അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBSന് പഠിക്കുകയാണ്. സോ അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് പോൾ പി സനോജ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ വരുന്നു. ഞാൻ നീറ്റ് 2024 തൃശ്ശൂർ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചെഴുതിയതാണ്. എൻ്റെ പേര് എബി. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ പാലാ ഡി ബ്ലോക്കിൽ തന്നെയായിരുന്നു പഠിച്ചത്. ഞാൻ ഗൗരിപ്രിയ, തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ഞാൻ പാലാ കോട്ടയത്ത് റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പേര് ദിയ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഡി ബ്ലോക്കിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അഭിനവ്. എൻ്റെ ഇവിടെ എടപ്പളാണ്. ഞാൻ പാലാ ഡി ബ്ലോക്കിൽ തന്നെയായിരുന്നു. എൻ്റെ പേര് പ്രിസ്കില്ല, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പാലാ ഡി ബ്ലോക്കിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ പേര് ആൻകരോൾ, ഇടുക്കിയിലാണ് വീട്. ഞാൻ Q16 ബാച്ചിൽ പാലാ സെൻറ്ററിലായിരുന്നു. എൻ്റെ പേര് പാർവതി, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു, T44. എൻ്റെ പേര് ജസ്ലിൻ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ Q31 ബാച്ചിലാണ് പഠിച്ചത്, പാലായിൽ. എൻ്റെ പേര് ഗൗരി പ്രമോദ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു, T58. എൻ്റെ പേര് റിഫ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ ഡി ബ്ലോക്കിലെ R4 ബാച്ചിലായിരുന്നു. നീറ്റ് 2025 അടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയ്യിലാകുമ്പോഴത്തേക്കിന് എക്സാം ഉണ്ട്. സോ ഈ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ഈ അവസാന കാലങ്ങളിൽ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ബ്രില്യൻറ്റിൽ തന്നെ മോഡൽ എക്സാംസിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ച് അത് വീണ്ടും വീണ്ടും റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ടെൻഷൻ അടിക്കാതെ പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഒരു റൂമിൽ എൻ്റെ റൂമിൽ ഇപ്പോൾ 4 പേരായിരുന്നു. അന്നേരം നിങ്ങളിപ്പോൾ ഒരു റൂമിൽ ഒരാൾക്ക് പെട്ടെന്നൊരു എക്സാമിന് മാർക്ക് പറയുമ്പം അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. എന്ന് വെച്ചാൽ റൂമിലൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മൈൻഡിലുള്ളപ്പം കുറച്ചുകൂടെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഓരോ എക്സാം ചെയ്യുമ്പോൾ. അന്നേരം ഒരു ടീം വർക്ക് പോലെ ഒരു റൂമിലെ ആൾക്കാരായിട്ട് വർത്തമാനം പറഞ്ഞാൽ എന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. കുറച്ചൊരു സമയം റൂമിലെ ആൾക്കാരോട് വർത്തമാനം പറയാനും ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. മോഡൽ എക്സാം പേപ്പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ബ്രില്യൻറ്റിൽ ചോദിച്ച പാറ്റേൺ അത് വിട്ട് വല്ലാണ്ട് മാറി അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ നമ്മുടെ എല്ലാ പേപ്പറും നല്ല വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ്. ഇപ്പോൾ മാർക്സിലിപ്പോൾ ഭയങ്കര വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കാം. എനിക്കും ഇവിടെയുള്ള ഒരുവിധം എല്ലാവർക്കും ആ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അതങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബയോളജി വായിക്കുക, ഫോർമുല ബുക്ക് റിവൈസ് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് അനലൈസ് ചെയ്യണം, എന്ത് തെറ്റി, എവിടെ തെറ്റി, ഇനി നമുക്ക് അങ്ങനെ ആ തെറ്റ് വരാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന്. ഏറ്റവും അവസാന ഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് OMRൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ശീലമാണ്. നമ്മളിപ്പം ടൈം മാനേജ്മെൻറ്റിനായാലും പലപ്പോഴും പലർക്കും ബബിൾ ചെയ്യുന്നത് മാറിപ്പോവും. ഏറ്റവും അവസാനം ബബിൾ ചെയ്ത് അങ്ങനത്തെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പം OMRൽ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഏറ്റവും അവസാനം ആകുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിരിക്കും ബബിൾ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ. പിന്നെ പഠിക്കുമ്പോഴായി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത്യാവശ്യം മാർക്ക് പറയും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാം. അറ്റ് ദി എൻഡ് നിങ്ങൾക്കത് കിട്ടും. ചിലപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് നമ്മളവിടെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ നമുക്ക് വന്ന മിസ്റ്റേക്സ് എന്താണ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അത് എക്സാം എഴുതി പോകാന്നല്ലാതെ അതിൽ പറ്റി നമുക്ക് മിസ്റ്റേക്സ് എന്താണ് അതൊക്കെ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും എക്സാം അപ്പിയർ. പിന്നെ ആ തെറ്റുന്ന ക്വസ്റ്റ്യൻസും ആ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അപ്പുറത്തൊന്നും എന്തായാലും നീറ്റ് എക്സാമിന് ചോദിക്കില്ല. ബ്രില്യൻറ്റിലെ ആ എക്സാം എല്ലാം ഫോളോ ചെയ്യുക. മോഡൽ എക്സാമിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ലാസ്റ്റ് 3 months ക്രൂഷ്യലാണ്. അപ്പോൾ നമ്മൾ ബ്രില്യൻ്റ് ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഒരുപാട് ടോപ്പിക്സ് വരികയാണ്, ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ എക്സാം ഒരിക്കലും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. നമുക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് നമ്മളത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വരുന്ന മിസ്റ്റേക്സ് നമ്മളൊന്ന് അസസ് ചെയ്തിട്ട് അത് നമ്മളൊരു പോളെല്ലാം പറഞ്ഞ പോലെ തന്നെ നമ്മളതൊന്ന് എഴുതി വെച്ച് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും എടുത്ത് നോക്കുക. കാരണം ആ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. പിന്നെ ഈ ലാസ്റ്റ് ടൈമിൽ കൂടുതൽ വാസ്റ്റായിട്ട് നമ്മൾ പോയി നോക്കേണ്ട ആവശ്യമില്ല. NCERT തന്നെ ഫോളോ ചെയ്താൽ മതി. ബ്രില്യൻറ്റ് തരുന്ന ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ തൃശ്ശൂരിലുള്ള ഈ 125 സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.
ഞാനൊരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആസ്പെക്റ്റിൽ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ എക്സാംസ് ഒക്കെ ഓൺലൈൻ മോഡിലായിരിക്കും എഴുതിയാക്കുന്നത്. പക്ഷേ ബ്രില്യൻ്റ് എല്ലാ ആഴ്ചയും തന്നെ വീക്ക്ലി എക്സാം പോലും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും തന്നെ സെൻറ്റേഴ്സ് വെച്ച് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഷുവറായിട്ട് മോഡൽ എക്സാംസ് ലാസ്റ്റ് 3 months എന്തായാലും നിങ്ങൾ ഓഫ്ലൈനായിട്ട് വന്ന് എഴുതണം. കാരണം ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ OMRൽ വന്ന് എഴുതി അത് ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് എക്സാമിൽ ആ ഒരു ഇത് വരത്തുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും തന്നെ 2 to 5 എക്സാം എഴുതി അവസാനം നീറ്റിൻ്റെ എക്സാമിൻ്റെ അന്നും ഇതൊരു ബ്രില്യൻ മോഡൽ അന്നേ മീൻസ് ആ ഒരു ഫീൽഡിലേ പോകത്തുള്ളൂ. പിന്നെ എക്സാമിൻ്റെ അന്ന് വെറുതെ നമ്മൾ അനാവശ്യമായി ടെൻഷൻ അടിച്ച് വെറുതെ എക്സാം കൊള്ളാക്കാതിരുന്നാൽ മതി. ബാക്കി എല്ലാം ബ്രില്യൻറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഈസി ആയിട്ട് 3 മണിക്കൂറിന് മുന്നേ തന്നെ എഴുതി തീർക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്ത് നമ്മളെ വിടുന്നത്. പിന്നെ ഫിസിക്സ് ആണെങ്കിലും എല്ലാ ഇക്വേഷൻസും റിവൈസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ. ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ എല്ലാ എക്സെപ്ഷൻസും നോട്ട് ചെയ്ത് പഠിക്കുക. ബയോളജി ആണെങ്കിലും റിപ്പീറ്റഡ് ടൈംസ് NCERT വായിക്കുക. നമുക്കത് ഓട്ടോമാറ്റിക്കലി ആ ലൈൻസ് വരണം നമ്മുടെ മനസ്സിലോട്ട്. അതുപോലെ ഡയഗ്രാംസ് ആണെങ്കിലും എല്ലാത്തിൻ്റെ അടിയിലെ നോട്ട്സ് വായിക്കണം. സമ്മറി വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഫിസിക്സ് എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് വന്നത് ലാസ്റ്റ് ബ്ലൂ ബോക്സിൽ നിന്നായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ വായിക്കുക. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസിൽ വരും. അപ്പോൾ അതിലൂടെ നമ്മൾ പഠിച്ചാൽ മതി. പിന്നെ ആദ്യം തൊട്ടേ തിയറി ഫസ്റ്റ് ലൈൻ തൊട്ട് വായിച്ചു പോകുന്നതിനേക്കാളും ഈ ക്വസ്റ്റ്യൻസ് തെറ്റുമ്പം ആ തിയറി റിവൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഇതാവും നിങ്ങൾക്ക്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ബ്രില്യൻ്റിലെ മോഡൽ എക്സാംസിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡെയിലി ഒരു മിനിമം 1 to 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് OMRൽ തന്നെ ശീലിച്ചാൽ നിങ്ങൾക്ക് ഒരു ബ്രില്യൻ്റിലെ മോഡൽ എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് ഫൈനൽ നീറ്റ് എക്സാമും ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അത്ര ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡെയിലി മിസ്റ്റേക്സ് വരികയാണെങ്കിൽ അതിനൊരു മിസ്റ്റേക്ക് ബുക്ക് നല്ലതായിരിക്കും. പിന്നെ ലാസ്റ്റ് ടൈമിൽ ആ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എല്ലാ ഫോർമുല ബുക്സും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യാനായിട്ട്. ബ്രില്യൻ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡൽ എക്സാം ഇടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ നീറ്റിൽ കാണുമ്പോൾ നമുക്കത് ആദ്യം പെട്ടെന്ന് ബബിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് നല്ലതായിട്ട് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ബ്രില്യൻ്റ് കാര്യത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയത് ഓരോ മോഡൽ എക്സാമിൻ്റെ തലേന്ന് അവർ ബ്രില്യൻ ആപ്പിൽ ഓരോ എക്സാംസ് മൊഡ്യൂൾ ഇടുമായിരുന്നു. അപ്പോൾ അത് എപ്പോഴും അത് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് മോഡൽ എക്സാമിനായാലും പിന്നെ നീറ്റിനായാലും വളരെയധികം ഉപയോഗപ്പെടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഓവറായിട്ട് ടെൻഷൻ അടിച്ച് ഫസ്റ്റ് ലൈൻ വായിച്ച് ഉടനെ ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വായിച്ച് അത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ 5 മാർക്ക് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും വാല്യൂ അത്രയും ടൈം കൊടുത്ത് തന്നെ ചെയ്ത് സോൾവ് ചെയ്യാൻ ആദ്യം തന്നെ ശ്രമിക്കുക. എനിക്ക് പറയാനുള്ളത് നമ്മൾ എക്സാം കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ടിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ നമ്മുടെ മാർക്കും വേറൊരാളുടെ മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യാതെ നമ്മളെന്തോരം പഠിച്ചു അവരെന്തോരം പഠിച്ചു അവർക്ക് എത്ര മാർക്ക് കിട്ടി അത് കമ്പയർ ചെയ്യാതെ നമ്മുടെ സ്വന്തം പ്രോഗ്രസ് നമ്മൾ വിലയിരുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോഗ്രസ്സിലേക്ക് അത് മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും എക്സാമിൽ ശ്രദ്ധയില്ലാതെ ആയി പോവുക, നമ്മൾ മൈൻഡ് ഔട്ട് ആയി പോകുന്ന ഒരു ലെവലിലേക്ക് വരെ നമ്മൾ വരും. പക്ഷേ ബ്രില്യൻ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മുടെ ക്ലാസ് ടീച്ചർ തൊട്ട് എല്ലാവരും അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളൊന്ന് ചെല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ തന്നെ എനിക്ക് എൻ്റെ ക്ലാസ് ടീച്ചർ ലിറ്റി മാമും അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ ജസ്റ്റിസ് സാറും ഞാൻ ഒത്തിരി പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഓഫായിപ്പോയി, എനിക്ക് പറ്റില്ല എന്നുള്ള തരത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും അവർ തന്നെ ആ സപ്പോർട്ട്, അത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ അങ്ങനെ ആയി പോകും. അത് നമ്മുടെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഹെൽപ്പിന് വേണ്ടി നമ്മൾ അവരെ ചെന്ന് സമീപിക്കുക. അത് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ലേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നന്നായിട്ട് വിജയിക്കാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ ഇപ്പം 9:30 to 12:30 ആണ് നിങ്ങളുടെ എക്സാമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പോവുക. ലൈക്ക് 9:30 to 10 ഞാൻ ബയോളജി നോക്കും, 10 to 11 ഞാൻ ഫിസിക്സ് നോക്കും. അങ്ങനെ നിങ്ങളൊരു ടൈം ടേബിൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ പോയി എക്സാം എഴുതുക. ഇടയ്ക്കിടയ്ക്ക് ടൈം നോക്കുക. എന്നിട്ടിപ്പം ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുക. കാരണം നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ടൈം കിട്ടും. നിങ്ങൾ കാരണം ഒരു ക്വസ്റ്റ്യൻ ആവശ്യത്തിൽ കൂടുതൽ സമയം കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. ഞങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ നീറ്റ് എക്സാമിനാണെങ്കിലും 2 പ്രാവശ്യം വരെ ചെക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടി. കാരണം ഒരു 2:30 അത്രയും നേരത്തെ നമ്മൾ എക്സാം എഴുതി കഴിയും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ എടുക്കണം. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ ആവശ്യമില്ലാണ്ട് ക്വസ്റ്റ്യൻസിന് സമയം കളയാണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ടൈം ബൗണ്ടായിട്ട് വെച്ച് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം മോഡൽ എക്സാം ചെയ്യുമ്പോഴാണെങ്കിലും അല്ല നിങ്ങളുടെ വീക്ക്ലി എക്സാം ആണെങ്കിലും എല്ലാം ചെയ്യുമ്പോൾ ടൈം നോക്കി തന്നെ ചെയ്യുക. ഒരു ടൈം ബൗണ്ടായിട്ട് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നീറ്റ് 2025 എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും all the best. Brilliant Study Center.
India's #1 coaching center for NEET and JEE.